ഒന്നും ഈ വീട് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്ത് കയറുന്ന നടാടയാ. വീടായാ ഇങ്ങനെ ഇരിക്കണം. ആഹാ, മനോഹരമായിരിക്കുന്നു. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? ആ വക്കീൽ എന്ത് വക്കീലാ? ആര്? ഇപ്പൊ തങ്കപ്പച്ചേട്ടന്റെ വീട്ടിൽ വെച്ച് കണ്ട വക്കീൽ വാസുദേവ്. ഓ, നമ്മളെ വക്കീല്. മിടുക്കൻ, മിടുമിടുക്കൻ. ആ വീട് കോടതിയാണോ? കോടതിയോ? മനസ്സിലായില്ലല്ലോ. പിന്നെ വക്കീലിനാ വീട്ടിൽ എന്ത് കാര്യം? അളിയൻ കാറടിച്ച് മരിച്ചതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് വക്കീലാ നടത്തുന്നത്. ആ കാറ് കിട്ടണം, എന്നാലേ ഇൻഷുറൻസിന്റെ കാശ് കിട്ടും. കാറ് കിട്ടുവോ? കിട്ടുമെന്നോ? അവനെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, വക്കീല് പോയി കൊത്തി എടുത്തോണ്ട് വരും. ആ പോരെങ്കിൽ സഹായത്തിന് SI ജബാറും കൂടി ഉണ്ട്. എന്റെ മോള് പറയുന്നത് കേൾക്കണം, വക്കീലിന്റെ ഓരോ വീരസാഹസങ്ങള്. അതൊക്കെ മോക്ക് എങ്ങനെ അറിയാം? അവള് വക്കീലിന്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. അതുപോട്ടെ, വിഷ്ണു എത്രയും വേഗം മുഖ്യമന്ത്രി ഒന്ന് കാണണം. ഏത് മുഖ്യമന്ത്രി? അങ്കിൾ നാരായണൻ ചേട്ടാ, മുഖ്യമന്ത്രിയെ വിഷ്ണു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിളായല്ലേ? അങ്കിൾ അങ്കിൾ. എങ്കിൽ വിഷ്ണു അങ്കിളിനെ എത്രയും വേഗം ഒന്ന് കാണണം. ശ്രീദേവിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് വിഷ്ണു ഏറ്റു. എല്ലാ കാര്യങ്ങളും വിഷ്ണു ഏറ്റു. എന്തായിട്ടെന്നാ പറഞ്ഞത്? എനിക്കൊരു മന്ത്രിയെ പോയിട്ട് MLA പോലും പരിചയമില്ല, പിന്നല്ലേ മുഖ്യമന്ത്രി. അങ്കിള് തൊഴി വെച്ചോന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി അമേരിക്കക്ക് ചികിത്സയ്ക്ക് പോയപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു? ഇതൊന്നും അവർക്കറിയില്ല. പറഞ്ഞു കുളമാക്കാതിരുന്നാ മതി. വിഷ്ണുവിന് ആ കുട്ടിയുടെ കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. അച്ഛൻ സർവീസിൽ നിന്ന് കാഞ്ഞു പോയതുകൊണ്ട് കുട്ടിക്ക് ജോലിക്ക് അർഹതയുണ്ട്. വിഷ്ണു തിരുവനന്തപുരത്ത് പോയി ചെറുതായിട്ട് ശ്രമിച്ചാൽ മതി, കാര്യം സാധിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം പറയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് തട്ടിവിട്ടത്. ജോലിയുടെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, പക്ഷെ ആ സമയത്താണ് നമ്മുടെ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നെങ്കിലോ? വക്കീലിന്റെ മുത്തപ്പം വിചാരിച്ച ഈ കാറ് കണ്ടുപിടിക്കല. കാരണം എന്താ? ആ രാത്രി നടന്ന സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. പിന്നെ കവടി നിരത്തി കാറ് കണ്ടുപിടിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് ആ പേടി വേണ്ട. എന്നാ പിന്നെ എന്നാ തിരുവനന്തപുരത്ത് പോകണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കേ. അവിടെ അതിരിക്കട്ടെ, ശ്രീദേവിയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ആര്? ഞാനോ? എന്നോട് വേണോ വിഷ്ണു? ഒരു കാര്യം ഞാൻ പറയാം. മദാമുമാര് വളയുന്ന പോലെ നമ്മുടെ പെൺപിള്ളേര് വളയത്തില്ല. സൂക്ഷിക്കണം, ഇമേജ് കളയരുത്. നീ എന്താ തോമസ് ഊട്ടി പറയുന്നത്? അതൊരു പാവം പെൺകുട്ടി, കാണാനൊക്കെ ഒരു ഇത്തിരി രസമുണ്ട്. അത് ഞാൻ സംഭവിച്ചു. അത്രയ്ക്ക് നല്ല രസമുണ്ട്. ഉണ്ടോ? എന്താ തോമസ് ഊട്ടി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്.